സ്പോട്ട് ലൈവ് തുടരുന്നു. മാസപ്പടി കേസിൽ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഷിബി എസ് കർത്ത ഹാജരായി. CMRL MD ശശിധരൻ കർത്തയുടെ മകളും കമ്പനി ഡയറക്ടറുമാണ് ഷിബി. CMRLന്റെ അനധികൃത പണമിടപാടിൽ വിവരങ്ങൾ ചോദിച്ചറിയും. പിണറായി വിജയന്റെ മകൾ വീണ ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്ന് ഷിബിയുടെ ചോദ്യം ചെയ്യൽ മാത്രമാണോ നടക്കുന്നത്? ടോം, ഇതിൽ CMRL ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ CMRL ഇതുപോലെ ഡയറക്ടർ ബോർഡിലുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഇപ്പോൾ ശരണസ് കർത്ത ജോയിന്റ് MD ആണ്. MD ശശിധരൻ കർത്തയുടെ മകൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ മകൾ ഷിബി എസ് കർത്ത. ഇവരോടെല്ലാം തന്നെ ഹാജരാകാൻ, ഈ ദിവസങ്ങൾ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടു. ഇന്ന് ശരണസ് കർത്തയോട് കൂടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ അത് നാളേക്ക് മാറ്റിയിട്ടുണ്ടാകും. കാരണം ഇവരൊരു സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് ആദ്യഘട്ടങ്ങളിൽ ഒരു 3 നോട്ടീസ് വരെയുള്ളൊരു സാവകാശം അവർക്ക് ലഭിക്കാറുണ്ട്. മാത്രമല്ല അത്തരം ചില ചേഞ്ചുകൾ ദിവസങ്ങൾ മാറ്റുന്നത് അനുവദിച്ച് കൊടുക്കാറുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ ചോദ്യം ചെയ്യൽ ഇന്നും നാളെയുമായിട്ടാണ് നടക്കുന്നത്. CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്തതിൽ ഉന്നത ഉദ്യോഗസ്ഥരോടക്കം ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ ടിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്ന ദിവസത്തിൽ അവർ അവധി വാങ്ങിക്കുകയും ബുധനാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്, സമൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലടക്കമെല്ലാം തന്നെ പൂർത്തിയാകുകയും ചെയ്യും. CMRLൽ നിന്ന് പ്രധാനമായിട്ട് തന്നെ ഇഡിക്ക് അറിയേണ്ടത് ഈ തുക കൈമാറിയത് 2,78,00,000 രൂപ കൈമാറിയത് എന്ത് കാര്യത്തിന്, അത് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെല്ലാം സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നതാണ് ഇഡി സംശയിക്കുന്നതും നിരീക്ഷിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പണം ഏത് രീതിയിൽ വന്നിട്ടുള്ളതാണ് എന്നതടക്കം ചോദിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരത്തെയും വീണ വിജയനിൽ നിന്ന് അറിയാനായിട്ട് ലക്ഷ്യമിടുന്ന ഈ പണം ഏതെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയെന്നതെല്ലാം തന്നെ അന്വേഷിക്കും. കാരണം ഇഡിയുടെ ഒരു കേസിൻ്റെ രീതി അനുസരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഇത്തരം ഈ കള്ളപ്പണ ഇടപാട് എന്ന് പറയുന്ന ഈ സ്വത്തുക്കൾ, അതിലൂടെ വന്നിരിക്കുന്ന സ്വത്തുക്കൾ, അത് മരവിപ്പിക്കുന്ന ഒരു നടപടികളിലേക്ക് പോകും. പിന്നീട് ഇതല്ല എന്ന് കോടതി മുഖേന തെളിയുമ്പോൾ വിട്ടുകൊടുക്കുന്നതുമായ രീതിയാണ് അവർ അനുവർത്തിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നടപടിക്രമങ്ങൾ, ഈ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണെന്നതാണ്. തുടക്കം മുതൽ ഈ കോടതി ഉത്തരവ് അനുകൂലമായ സമയം മുതൽ തന്നെ ഇഡി വളരെ പെട്ടെന്ന് ഈ കേസിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, ഇത് CMRLന്റെ ഡയറക്ടർ ബോർഡിലുള്ളതാണ്. ഒപ്പം തന്നെയും ഇഡി റെയ്ഡ് ചെയ്ത സ്ഥാപനങ്ങളുണ്ട്, CMRLന്റെ അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ലിബുൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിന് ചുമതലപ്പെടുത്തത് ഈ ഷിബി എസ് കർത്തയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിലും പരിശോധനകൾ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും സാധാരണഗതിയിൽ ചോദ്യം ചെയ്യൽ വൈകിട്ട് വരെയൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. ഈ ദിവസങ്ങളിൽ ഇന്ന് നാളെയുമായി കൂടുതൽ CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോം, തീർച്ചയായും എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ CMRLന്റെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യലുണ്ടാകും. വീണയ്ക്ക്, പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും നോട്ടീസ് നൽകിയിരുന്നു, ബുധനാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ ഹാജരാകില്ല എന്ന് അറിയിച്ചതാണ്. ബുധനാഴ്ച വീണ ഇഡിക്ക് മുന്നിലേക്ക് എത്തുമോ? ടോം, ഈ കാര്യത്തിൽ ഈ നോട്ടീസുകൾ നൽകുക, 3 നോട്ടീസുകൾ വരെയും ചില കേസുകളിലെല്ലാം തന്നെയും അതിങ്ങനെ അവരുടെ സമയമനുസരിച്ച്, സാഹചര്യമനുസരിച്ചെല്ലാം തന്നെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അങ്ങനെ നീണ്ടു പോകാറുണ്ട്. അതൊരു 3 നോട്ടീസ് വരെ അത്തരമൊരു സാവകാശങ്ങളൊക്കെ ചില കേസുകളിലെങ്കിലും ലഭിക്കുന്ന ഒരു രീതിയെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഹൈക്കോടതി അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നെല്ലാം തന്നെ പറയുമ്പോൾ അതിനൊരു ചില കേസുകളിൽ നിയമ നടപടികളിലൂടെ പ്രതിരോധിക്കാനുള്ളൊരു സാവകാശമെല്ലാം ഈ കാലത്ത് ആ സമയത്ത് അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഇതിൽ അത്തരമൊരു സാഹചര്യവും നിലനിൽക്കുന്നുമില്ല. ഇനിയിപ്പോൾ രണ്ടാമത്തെ നോട്ടീസിന് ഹാജരാകാനുള്ളൊരു സാധ്യത തന്നെയാണ് കൂടുതൽ കൽപ്പിക്കുന്നത്. കാരണം മറ്റേതെങ്കിലും കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് ആവില്ല. അന്വേഷണവുമായി സഹകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും വീണ വരേണ്ടതാണ്. ഇനിയും ഒരു 3ാം നോട്ടീസിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത്
ആ ദിവസങ്ങളിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കുക. തൊട്ട് മുൻപായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് അപേക്ഷ നൽകുകയും നീണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്യുക. ഏതായാലും ഇ ഡി അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതിന് അവരുടെ നടപടികളിൽ നിന്ന് നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് പരിശോധന നടത്തിയപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ വളരെ സത്വര നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. കേസിൽ കക്ഷി ചേരാൻ വരെ അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇത്തരം ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇ ഡിക്ക് മുന്നിലേക്ക് വീണയ്ക്ക് എത്തിയേ മതിയാകൂ. അത് ഏത് ദിവസം എന്നതാണ് നിലവിൽ ബുധനാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒഴിവ് നൽകി വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് മാറുമോ എന്നതിൽ വ്യക്തതയില്ല. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CMRL MD ശശിധരൻ കർത്തയുടെ മകളും കമ്പനി ഡയറക്ടറുമായ ഷിബി എസ് കർത്തയെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ്. CMRLന്റെ അനധികൃത പണമിടപാടിൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.